മോർണിംഗ്. നിങ്ങൾക്ക് വിഷ്വൽ ഡിസൈൻസുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു ഭാഗമാണ് നമ്മളിന്ന് ചെറുതായിട്ട് തുടങ്ങുന്നത്. വിഷ്വൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ, എല്ലാത്തിനും ഡിസൈനായിട്ടാണ് കാണുന്നത്. അപ്പോൾ വിഷ്വൽ ഡിസൈൻ, സ്പേഷ്യൽ ഡിസൈൻ, ഇൻഡസ്ട്രിയൽ ഡിസൈൻ, ഇങ്ങനെ 3 തരം ഡിസൈൻസുകളാണ് സാധാരണ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഒരു ഡിസൈൻ ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഡിസൈനിങ് ചെയ്ത് അതിൻ്റെ വെർബൽ മീനിങ് ഉണ്ടാവും, അതുകൂടാതെ അതിനൊരു ഇന്നർ മീനിങ്ങും ഒക്കെ ഉണ്ടാവും. ശരിക്കും PG ലെവലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഓരോ ഡിസൈനിന് നമ്മൾ ഡെഫിനിഷൻസ് വേറെ ആഴത്തിലാണ് പഠിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചോളം ഡിസൈൻ ചെയ്യുന്ന രീതി എങ്ങനെയാണ്, ഏതെല്ലാം ഡിസൈൻ രീതികൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് വരും, അത് നിങ്ങളെങ്ങനെയാണത് ചെയ്യേണ്ടത്, ചെയ്യുമ്പോൾ ചില തിയറികളുണ്ട്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതിൻ്റെ എലമെൻറ്റ്സ് എങ്ങനെ പ്രിൻസിപ്പിൾസുമായിട്ട് യോജിപ്പിച്ചിട്ട് എങ്ങനെ പ്രസൻറ്റ് ചെയ്താൽ മറ്റുള്ളവരെ ആകർഷിക്കാം എന്നതിനൊക്കെ ഒരു തിയറി ഉണ്ട്. ആ തിയറി അടിസ്ഥാനമാക്കിയിട്ട് കുറച്ച് നിങ്ങളുടെ ഈ സബ്ജക്റ്റിൻ്റെ പേര് തന്നെ ഫണ്ടമെൻ്റൽസ്, അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നിങ്ങളുടെ സബ്ജക്റ്റ്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര്. അതിനകത്ത് നമ്മൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ബേസൊക്കെ നോളജ് നമ്മൾ നേടിക്കഴിഞ്ഞു. ഇനി ഓരോരോ പോയിൻറ്റ്സുകൾ നമ്മൾ ഡിസൈൻ ഈസ് എവരിവെയർ. നമ്മൾ മനസ്സിലാക്കേണ്ട ഡിസൈൻ ഇല്ലാത്തൊരു കാര്യമില്ല. ഈ ഇരിക്കുന്ന ബോർഡായാലും, ഞാൻ ഇരിക്കുന്ന കസേരയായാലും, മേശയായാലും, നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന ബോർഡായാലും, നമ്മൾ എവിടെയെങ്കിലും ചെന്നൊരു കാര്യം മനസ്സിലാക്കുന്നതൊക്കെ ഡിസൈനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ടാണ് വിഷ്വൽ ഡിസൈനിങ്. അപ്പം ഇൻട്രൊഡക്ഷൻ ടു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വിഷ്വലിലൂടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന അവർ പഠിക്കേണ്ട, നമ്മളെ സംബന്ധിച്ചിടത്തോളം മൾട്ടിമീഡിയയിലേക്ക് തിരിഞ്ഞു പോകേണ്ടതുണ്ട്. തിയറി അല്ലാതെ പ്രാക്ടിക്കൽ സൈഡ് പഠിക്കേണ്ടതുള്ളതുകൊണ്ട് അതിന് ഡിസൈൻ രീതികൾ മേക്ക് ചെയ്യുന്നതിനുള്ള അടിസ്ഥാനപരമായ ഘടകങ്ങളെയും അതിൻ്റെ എലമെൻറ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കും. അപ്പോൾ വിഷ്വൽ ഡിസൈൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെ രൂപീകരിക്കണം എന്നുള്ള ഘടകങ്ങളിലേക്ക് കടക്കാം. ഇത് തന്നെ ഞാൻ നമ്മൾ ഒരു ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് രൂപകൽപ്പന ചെയ്യുക, ക്രിയേറ്റീവായിട്ട് രൂപകൽപ്പന ചെയ്യുക. അത് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന കാര്യം അടുത്ത സെമസ്റ്ററിൽ പഠിക്കുമ്പോൾ നമുക്കറിയാം. പുതിയതായിട്ടൊരു കാര്യം എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അതിനെ നമ്മളെങ്ങനെയാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്, നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്ന ആശയങ്ങളെ നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന ആവശ്യങ്ങളെ മുൻനിർത്തിയാണ് നമ്മളൊരു കാര്യം രൂപീകരിക്കുന്നത്, അല്ലേ? മനുഷ്യൻ പുരാതന കാലത്ത് ഗുഹകളിലൊക്കെ ചിത്രങ്ങൾ വരയ്ക്കുകയും ഒക്കെ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ മനുഷ്യന് ഓരോരോ ആവശ്യങ്ങൾ വരിക. അവൻ തീ കണ്ടുപിടിച്ചു, പിന്നെ ലോഹങ്ങൾ കണ്ടുപിടിച്ചു, അതിനു മുമ്പ് അവന് ശിലകൾ ഉപയോഗിച്ച് ആയുധങ്ങളുണ്ടാക്കി, അല്ലേ? ഇതൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവൻ രൂപീകരിച്ചെടുത്തു. മൃഗങ്ങളെ വേട്ടയാടുന്നതിനും ഭക്ഷിക്കുന്നതിനും ഒക്കെ ആയിട്ട് തുടങ്ങിയ കാര്യങ്ങളാണ്. പിന്നെ അവൻ്റെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ ശേഖരിച്ചു വെക്കുക. അവൻ്റെ ജീവിതത്തിൽ മഞ്ഞുകാലവും മഴക്കാലവും ഒക്കെ മാറി മാറി വരുമ്പോൾ അവനെങ്ങനെയാണ് ജീവിക്കേണ്ടി വരുന്നത്. അവൻ ആടിൻ്റെ രോമങ്ങൾ കൊണ്ട് കുപ്പായം ഉണ്ടാക്കി, അതിനു മുമ്പ് മരത്തോലുകൾ കൊണ്ട് കുപ്പായം ഉണ്ടാക്കി, അല്ലേ? ഇങ്ങനെ നമ്മൾ ഓരോരോ കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറ്റി ഇന്ന് നമ്മൾ മനുഷ്യൻ അതിൻ്റെ ഡിസൈനിങ്ങിൻ്റെ ആകർഷണത കൊണ്ട് ഒത്തിരി കാര്യങ്ങളിലേക്ക് പോയി. ഉദാഹരണമായിട്ട് പണ്ട് നമ്മൾ നദിക്കരയിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ വെള്ളം നമ്മൾ അവിടുന്ന് പോയി മൃഗങ്ങളെ പോലെ മുത്തി കുടിച്ചു. പിന്നെ കൈകൾക്ക് ചേർത്ത് പിടിച്ചിട്ടിങ്ങനെ വെള്ളം കോരി കുടിച്ചു, അല്ലേ? അതിനുശേഷം നമ്മൾ
പലായനം ചെയ്ത് പല സ്ഥലങ്ങളിലേക്കൊക്കെ മാറിയപ്പോൾ നമ്മൾ അവിടുന്ന് കനാലിട്ട് വെട്ടിപ്പൊളിച്ച് വെള്ളം നമ്മളുള്ളിടത്തോട്ട് കൊണ്ടുവന്നു. അതിനുശേഷം എന്തെടുത്തു, നമ്മൾ വെള്ളം ശേഖരിച്ച് വെച്ച് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. പൈപ്പ് വന്നു, അണക്കെട്ടുകൾ വന്നു. അതിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കാൻ പഠിച്ചു. കറണ്ട് കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒത്തിരി മിഷനറീസ് ഉണ്ടായി. പഴയ കാലത്തെ ഫാനൊക്കെ ഇങ്ങനെ കറങ്ങുന്നുണ്ട്, വലിയ ഫാനൊക്കെ. ഇന്ന് നമുക്ക് ഇങ്ങനെ പോക്കറ്റ് ഇട്ടുണ്ടായിരുന്ന സ്വിച്ച് ഇട്ടാൽ ഇങ്ങനെ നമുക്ക് കാറ്റ് കൊള്ളാവുന്ന ബാറ്ററി വർക്ക് ചെയ്യുന്ന ഫാനുകളുണ്ട്. അപ്പോൾ നമുക്കനുസരിച്ച് ക്ലൈമറ്റ് വരെ നമ്മൾ ഡിസൈൻ ചെയ്തു, AC ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതെല്ലാം മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ. അത് ഇലക്ട്രോണിക് ആകാം, അല്ലാതെയാകാം, വസ്ത്രങ്ങളാകാം, റോഡുകളാകാം, വാഹനങ്ങളാകാം, വീടുകളാകാം. പണ്ടത്തെ വീടെന്ന് നമ്മൾ വെച്ചേക്ക് ഗുഹകളിലാണ് മനുഷ്യൻ താമസിച്ചിരുന്നത്, അല്ലേ? പിന്നെ നമുക്ക് കല്ലുകൾ അടുക്കി വെച്ചിട്ട് അതിനകത്തൊരു കൂര പോലെ ഉണ്ടാക്കി അതിനകത്ത് താമസിച്ചു. അതിനിടയ്ക്ക് മരങ്ങളുടെ മേളിലൊക്കെയാണ് പിന്നെ മൃഗങ്ങളെയൊക്കെ പിടിച്ചിട്ട് താമസിച്ചു. അപ്പോൾ ഇങ്ങനെ മാറി പിന്നെ നമ്മൾ വീടുകളുണ്ടാക്കി, അതും മണ്ണുകൊണ്ടുള്ള വീടുകളുണ്ടാക്കി. ഇപ്പോഴും നമ്മൾ പിന്നെ ചേകാടിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും ഇരുളം ഭാഗത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോഴത്തേനും ആദിവാസികൾ ഇപ്പോഴും ഭിത്തിയിൽ മുളകൾ കൊണ്ട് കോൺക്രീറ്റ് ചെയ്യുന്ന പോലെ മുളകൾ കെട്ടി മതിൽ പോലെ ഉണ്ടാക്കി ചുറ്റും ഒരു ഭാഗമുണ്ട്. അതിൻ്റെ പുറത്ത് ഈ മണ്ണ് പതിപ്പിച്ചിട്ട് ആ മണ്ണിനെ ഫിനിഷ് ചെയ്തിട്ട് അതിനകത്ത് മേലിൽ ഓലക്കുര, ഇപ്പോൾ ഈ ഇവർ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ, അതിന് പുറത്ത് പുല്ലൊക്കെ വെച്ചിട്ടുള്ള മേഞ്ഞ വീടുകൾ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പും എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇപ്പോഴും എൻ്റെ നാടുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ ചേകാടിയിലെ ഭാഗത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മണ്ണുകൊണ്ട് അതിമനോഹരമായ വീടുകളുണ്ടായി, പുല്ല് മേഞ്ഞ വീട്. അതിനകത്ത് നല്ല ക്ലൈമറ്റാണ്. ധാന്യങ്ങൾ ശേഖരിക്കാനുള്ള വലിയ അറകൾ പോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. മരം വെട്ടി മുറിച്ച് കഷ്ണങ്ങളാക്കി നമ്മൾ ഫർണിച്ചറുണ്ടാക്കി. ആദ്യം നമ്മൾ ചെറിയ ചെറിയ വൃക്ഷങ്ങളും അല്ലെങ്കിൽ ചെടികളൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ പിന്നീട് വൃക്ഷങ്ങൾ ഉപയോഗിച്ചു. പിന്നീട് പിന്നെ ആധുനിക കാലഘട്ടത്തിൽ ഇരുമ്പൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം അതുകൊണ്ടുള്ള ഒത്തിരി ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ പോലെ എന്തുണ്ടാക്കിയെടുത്താലും അതിന് ഉള്ളിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുക, അതിനുവേണ്ടി നമ്മൾ പിന്നെ അതിനെ സിംപ്ലിഫൈ ചെയ്യുക, പിന്നെ അതിന് വെറൈറ്റീസ് കൊണ്ടുവരിക. ആ വെറൈറ്റീസിലാണ് നമ്മൾ ഈ ഡിസൈൻസുകളൊക്കെ നമ്മൾ പല 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 ഡിസൈൻസ്. എന്നാലും ചില പഴയ സാധനങ്ങളുണ്ടാകും നമ്മളിപ്പോഴും പോയി മേടിക്കും, കാരണം ആ ഡിസൈൻസ് ഇന്നില്ല. പഴയ ഫാനുകൾ കിട്ടിയാൽ നമ്മൾ ഓർമ്മേണ മേടിച്ച് ചെയ്യും. പഴയ വലിയ ഫോണുണ്ട്, ഇതൊക്കെ ഞാനും എൻ്റെ കയ്യിലും കുറേ ശേഖരണങ്ങളൊക്കെ. പഴയ നാണയങ്ങൾ ശേഖരിക്കുന്നുണ്ട്, അത് കൗതുകത്തിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഡിസൈൻ വാല്യൂ കണ്ടിട്ടാണ് നമ്മളത് വാങ്ങിക്കുന്നത്. പഴയ നോട്ടുകൾ ശേഖരിക്കുന്നവരുണ്ട്. പഴയ പഴയ മോണുമെൻറ്റ്സിലായ താജ്മഹൽ, അതൊരു വലിയൊരു യൂട്ടിലിറ്റി, ഒരു സ്മാരകം പോലെ നിൽക്കുന്നു. അതിൻ്റെ ഡിസൈൻസിൻ്റെയൊക്കെ മഹാത്മ്യം കൊണ്ടാണ് ലോകം മുഴുവനുള്ള ആൾക്കാർ ലോക അത്ഭുതങ്ങളിൽ ഒന്നെന്ന് അതിനെ പറയുന്നത്. നിങ്ങൾ പിന്നെ ചൈനയിലെ വൻമതിലുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അത് ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. ആയിരക്കണക്കിന് തൊഴിലാളികൾ കഷ്ടപ്പെട്ട് വർഷങ്ങൾ നീണ്ടു നിർത്തി ഉണ്ടാക്കിയത്. പക്ഷേ നമുക്കൊരു ഇന്ത്യയിൽ ലോകത്തിലെ രണ്ടാമത്തെ വൻമതിലുള്ള കാര്യം എത്ര സ്റ്റുഡൻസിന് അറിയാം? അത് രാജസ്ഥാനിലാണ്. അവിടെ 36 കിലോമീറ്ററുള്ള ഒരു മതിലുണ്ട്. ഞാൻ ഒരിക്കൽ പോയത്. വളരെ മനോഹരമായ, അത്ഭുതം തോന്നും. 36 കിലോമീറ്റർ ഒരു വൻമതിൽ പോലെ ഒരു ചെറിയ രാജ്യത്തിന് അതിർത്തി തിരിച്ച് അവിടെ ആയുധങ്ങളൊക്കെ വെച്ച് പടയോട്ടത്തെ നിയന്ത്രിച്ചിരുന്നു രാജസ്ഥാൻ രാജ്പുട്ട് രാജാക്കന്മാർ. അത്ഭുതങ്ങൾ എല്ലാം നിലനിൽക്കുമ്പോൾ അതിൻ്റെ രൂപകൽപ്പന ചെയ്യുന്ന അതിൻ്റെ അത്ഭുതത്തെക്കുറിച്ചായിരിക്കും നമ്മൾ ഓർക്കുന്നത്. മനോഹരം.
അയ്യോ അത് ഇങ്ങനെ ഉണ്ടാക്കി, അതിനുള്ള കഷ്ടപ്പാട്, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഡിസൈൻ ഈസ് എവരിവെയർ, ആൻഡ് ദാറ്റ്സ് വേ looking for a definition may not help you grasp what is it. This single word design encompasses and awful lot, and that way the understandable search for the single definition lead in length debit to say the least. There are broad definitions and specified ones. Both the drawback either they are to generate the magnified or the exclude too much. One definition added by the designed Richard Simon during the design council, design is business, week 2000, make things better for people. Emphasize that design activity in focus first and foremost on human behavior and quality of life, not factors like distribute preference. Well, മേക്കിംഗ് തിങ് ബെറ്റർ ഫോർ പീപ്പിൾ. ഈ ആധുനിക കാലഘട്ടത്തിൽ ഡിസൈനിങ് എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത ഒരു കാര്യം, അവൻ്റെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു രൂപകൽപ്പന. മേക്കിംഗ് തിങ് ബെറ്റർ ഫോർ പീപ്പിൾ എന്ന് 2002 ആദ്യമായിട്ടൊരു ഡെഫിനിഷൻ ഉണ്ടാക്കുന്നു. അപ്പോൾ രൂപകൽപ്പനയെ തന്നെ ഡിസൈൻസ് ഇസ് ദി പ്രോസസ് ഓഫ് ഗിവിങ് ഫ്രം ടു ആൻ ഐഡിയ. അതാണ് അതിൻ്റെ അകത്ത് പ്രധാനം. ഡിസൈൻ ഇത് നമ്മൾ അടുത്ത വർഷം ക്രിയേറ്റിവിറ്റി കുറച്ചുകൂടി വിശദീകരിച്ച് പഠിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തന്നത് നിങ്ങളുടെ മുന്നിലേക്ക് കാര്യങ്ങൾ കയറാൻ വേണ്ടി. ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഡിസൈൻ ഈസ് പ്രോസസ് ഫോർ ഗിവിങ് ഫോം ടു ആൻ ഐഡിയ. നമ്മളിലേക്ക് ഒരു പുതിയ ആശയത്തെ സന്നിവേശിപ്പിക്കുന്ന ഒരാശയത്തിൻ്റെ രൂപകൽപ്പന, ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു ഒരു ആശയം നൽകുന്നതിലൂടെ അല്ലേ. ഒരു നോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചതുരത, ഒരു കാർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആശയം, അതിൻ്റെ ഒരു ഉപയുക്തതയും യൂട്ടിലിറ്റിയും കൂടെ നോക്കും. അതായത് മേക്കിംഗ് തിങ് ബെറ്റർ ഫോർ പീപ്പിൾ, ജനങ്ങളുടെ ജീവിതത്തിനെ ഉതകുന്ന രീതിയിലുള്ള കാര്യം നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അതെന്താ? ഡിസൈൻ ദി പ്രോസസ് ഓഫ് ഗിവൺ ഫോം ടു ആൻ ഐഡിയ. അതൊരു ഫോമാണ്, ഒരു ആശയത്തിൻ്റെ രൂപകൽപ്പനയാണ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ബേസിക്കലി എന്താണ് ഡിസൈൻ എന്ന് ചോദിച്ചാൽ, ഡിസൈൻ ഈസ് ദി പ്രോസസ് ഓഫ് ഗിവിങ് ഫോം ടു ആൻ ഐഡിയ. ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ആശയത്തെ നമുക്ക് നൽകുന്ന ഒരു കാര്യം. എല്ലാ കാര്യങ്ങൾക്കും ഒരു ആശയം ഉണ്ടാക്കുക എന്നുള്ളത്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം ഒരു എംബ്ലം ഡിസൈൻ ചെയ്ത് അയക്കാൻ പറഞ്ഞു. ഒരാൾ അയച്ചു, വരാനും ചെയ്തില്ല. നിങ്ങളോട് മൾട്ടിമീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് SN കോളേജിൻ്റെ ഒരു എംബ്ലം ഡിസൈൻ നിങ്ങൾ പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ ഒരു റഫ് എങ്ങനെ ഇരിക്കണം എന്നുള്ളൊരു ആശയം വരച്ച് വാട്സപ്പ് ഇടാൻ പറഞ്ഞിരുന്നു. എത്ര പേരിട്ടു? ഒരാളിട്ടു. നിങ്ങൾ ബാക്കിയുള്ളവർ ചെയ്ത് അയക്കണം. എന്നാലേ നിങ്ങൾ എന്താണ് ഞാൻ പഠിപ്പിക്കുന്നതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് പിന്നീട് കടന്നു വരാൻ എന്ത് കാലിബർ ഉണ്ടെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. അല്ല, എൻ്റെ മുമ്പ് ഇരുന്ന് പഠിക്കുമ്പോഴും ഞാൻ നിങ്ങൾ വീട്ടിലിരിക്കുമ്പോഴും പഠിപ്പിച്ചു തരുന്നത് നിങ്ങളുടെ വീട്ടിൽ വന്നാണ് ഞാനീ പറഞ്ഞു തരുന്നത്. നിങ്ങൾ കോളേജ് വന്നിട്ടില്ല, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഇരുന്ന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാണാവുന്ന രീതി ഞാൻ യൂട്യൂബിലാണ് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് കാണും. കണ്ടു കഴിഞ്ഞാൽ നിങ്ങളതിൻ്റെ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഒരു കാര്യമില്ല. ദി ഡിസൈൻ ഈസ് ദി പ്രോസസ് ഓഫ് ഗിവൺ ഫ്രോം ടു ആൻ ഐഡിയ. ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആശയത്തെ സംവിധാനം. എന്താണ് ഞാൻ ആദ്യം പറഞ്ഞത്? നമുക്കൊരു ആഗ്രഹം, ഒരു ആവശ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അത് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നത്. കുറേ വർഷങ്ങളാകെ നമുക്കൊരു ആഗ്രഹമുണ്ട്, ഒരു വീട് വയ്ക്കണം. അപ്പോൾ നമ്മളെ ഓരോരുത്തരുടെ വീടൊക്കെ ഒത്തിരി കണ്ടിട്ട് നമുക്കൊരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസിൽ 10 സെൻറ്റ് ഉണ്ടാവും, 5 സെൻറ്റ് ആവും. ടൗണിലൊക്കെ ഒരു 3 സെൻറ്റ് 2.5 സെൻറ്റിലൊക്കെ വലിയ വീടുകൾ തന്നെ മനോഹരമായി ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ടൊരു എൻജിനീയറെ കാണുന്നു. അയാൾ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഡിസൈൻ ചെയ്ത് പല ഡിസൈൻസ് നമ്മളെ കാണിക്കുന്നു. അതിലൊരു ഡിസൈൻ, ഒരു രൂപകൽപ്പന നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് സാങ്ഷൻ ചെയ്തിട്ടാണ് നമ്മൾ വീട് വയ്ക്കുന്നത്. നമ്മുടെ വീട്ടിലെ എന്തെല്ലാം ബൾബിടണമെന്ന് തീരുമാനിക്കാൻ ഇലക്ട്രീഷ്യനോട് പറയും. നമ്മൾ CFL വെക്കുക, അതിൽ വോൾട്ടേജ് കുറഞ്ഞിട്ടുള്ള ഭംഗിയുള്ള 2 റൂമിൽ ഒരെണ്ണം വേണം.
അടുക്കള ഇത് ഇങ്ങനെ വേണം, ബാത്റൂമിൽ ഇത്ര സ്വിച്ച് ബോർഡ് വേണം, ഇങ്ങനെ സ്വിച്ച് ബോർഡ് വേണം, അങ്ങനെ സ്വിച്ച് ബോർഡ്, അതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ എ ഡിസൈൻ ഈസ് എ പ്രോസസ് ഓഫ് ഗിവൺ ഫോം ടു ആൻ ഐഡിയ. അങ്ങനെ നമുക്ക് ഡിസൈൻ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആശയങ്ങൾ സാഫല്യം ചെയ്ത് തരുമ്പോൾ തന്നെ ആ സാധനങ്ങളുടെ രൂപകൽപ്പനയിലുള്ള മികവ് കൂടെ നമ്മൾ കൊടുക്കും. ഒരു നല്ല ബൾബ്, അല്ലെങ്കിൽ അതിൻ്റെ പുറത്തിടുന്ന ഒരു കവർ, നമ്മൾ എഴുതുന്ന പേനകൾ തന്നെ എത്ര ആയിരക്കണക്കിന് ഡിസൈൻസ്, ലക്ഷക്കണക്കിന് അല്ലേ. ഷർട്ടുകളിൽ തന്നെ 2 പോക്കറ്റുകളുണ്ട്, ഇല്ലാത്തതുകൊണ്ട് പല കളറുകളിലുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ഡിസൈൻ ചെയ്യുക, ഓരോ കാര്യങ്ങളും നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ മേക്കിംഗ് തിങ് ബെറ്റർ ഫോർ പീപ്പിൾ. നമ്മൾ പുതിയ പുതിയ ഡിസൈൻ ഉണ്ടാക്കുന്നത് മേക്കിംഗ് തിങ് ബെറ്റർ ഫോർ പീപ്പിൾ. പണ്ട് നമ്മൾ പൈപ്പ് കൊണ്ടുവന്നപ്പോൾ അതിനകത്തൊരു വലിയൊരു തിരിക്കുന്ന സാധനം ഉണ്ടാവും. ഇന്ന് നമ്മളിങ്ങനെ കൈ വെച്ചാൽ വെള്ളം വരും, അടി കൊണ്ട് കൈ കാണിച്ചാൽ വെള്ളം വരും, നമ്മൾ കൈ എടുക്കുമ്പോൾ വെള്ളം നിന്നു ഇല്ലേ. ബാത്റൂമുകളുള്ള ഫെസിലിറ്റീസ് തന്നെ നോക്കിയോ, അതിൻ്റെ ടൈൽസ്, നമ്മുടെ മുറിക്ക് നമുക്ക് ഇഷ്ടമുള്ള നിറത്തിൽ ഇഷ്ടമുള്ള ചിത്രപ്പണിയോടുകൂടിയ ടൈലുകൾ നമുക്ക് ഒട്ടിക്കാം. വീടുകൾക്ക് എത്ര നിറം വേണേലും നമുക്ക് ഉപയോഗിക്കാം. പുറത്തും വണ്ടികൾ തന്നെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കൂ. ഡിസൈൻ്റെ വെറൈറ്റി കൊണ്ടാണ് നമ്മൾ അതിനെ തിരിച്ചറിയുക. പിന്നെ ഉപയുക്തതയുടെ ഭംഗി, അതായത് ഡിസൈൻ ഈസ് ദി പ്രോസസ് ഓഫ് ഗിവിങ് ഫോം ടു ആൻ ഐഡിയ. ഇത് മീൻസ് ഡിസൈൻ ദി പ്രോസസ് ഓഫ് creating object as solution to problem and endeavor to improving the environment and towards thinking a society responsible. Therefore, we can say that a good design should not only display quality of beauty but also function effectiveness. നമ്മൾ ബ്യൂട്ടി ക്വാളിറ്റി മാത്രമല്ല ഒരു ഡിസൈൻ എന്ന് പറയുന്നത്, അതിൻ്റെ ഫങ്ഷനിങ്ങിനും കൂടെ ഒരു പ്രാധാന്യം ഉണ്ടാവും. സച്ച് ഡിസൈൻസ് റിഫർ ടു ദി പ്രോസസ് വിത്ത് എ പീപ്പിൾ. ഡിസൈൻ ഇംപയർ ആസ് എ കോൺഷ്യസ് എഫേർട്ട് ടു ക്രിയേഷൻ സംതിങ് ദാറ്റ് ഈസ് ഫങ്ഷൻസ് ആൻഡ് എസ്തറ്റിക്കലി പ്ലീസിങ്. ദി മേജർ ഏരിയ ഓഫ് ഡിസൈൻ ആർ വിഷ്വൽ ഡിസൈൻ, സ്പേഷ്യൽ ഡിസൈൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ. ഡിസൈനെ തന്നെ 3ആയിട്ട് തിരിക്കാം. ഡിസൈൻ്റെ ആവശ്യകത അതിൻ്റെ ഭംഗിയും കൂടെയാണ്. ഓരോരുത്തരുടെ ഓരോ എസ്തറ്റിക് സെൻസിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലായിരിക്കും അല്ലേ. ഏത് സാധനം എടുത്താലും ഒരു കണ്ണാടി മേടിക്കാൻ പോയാലും വരെ നമ്മൾ അതിൻ്റെ എസ്തറ്റിക്കൽ തിങ്സ് നോക്കിയിട്ടാണ് അല്ലേ. ഓരോരുത്തർ കിണങ്ങുന്ന ഗ്ലാസ്സൊക്കെ അതിന് മേടിച്ചു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ, ഇങ്ങനെ നമ്മുടെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനും മനുഷ്യനെ ഉപയുക്തമാക്കുന്ന സൗന്ദര്യാത്മക തലങ്ങളും കൂടെ കണക്കിലെടുത്തിട്ടുണ്ടാക്കുന്ന രൂപകൽപ്പനയാണ് ഡിസൈൻ എന്ന് മനസ്സിലായി. ഈ ഡിസൈൻസുകളെ നമ്മൾ വിഷ്വൽ ഡിസൈൻ, സ്പേഷ്യൽ ഡിസൈൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് 3ആയി തിരിക്കും. ഇത്രേൻ്റെ നോട്ട്സ് ഞാനിപ്പോൾ അയക്കും. നിങ്ങളിതൊരു ബുക്കിലേക്ക് നോട്ട് ചെയ്ത് വെക്കുക, എഴുതി വെക്കുക. അപ്പോൾ ആ പാരഗ്രാഫ് ഞാൻ അതിൻ്റെ ഒരു കോപ്പി അയക്കും. കുറച്ച് തെളിച്ചക്കുറവുകളാണ്, അതിന് പ്രത്യേക ബുക്കൊന്നുമില്ല. വർഷങ്ങളായിട്ട് നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ എടുത്തിട്ട് പുതിയ രീതിയിലാക്കി വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾ നോക്കിയിട്ട് കോപ്പി എടുത്ത് നിങ്ങൾ എഴുതി ഒരു ബുക്കിലേക്ക് വെക്കണം. വാട്ട് ഈസ് ഡിസൈൻ എന്ന് എഴുതിയിട്ട്, ഡിസൈൻ്റെ ബേസിക് ഓഫ് ഡിസൈൻസ് എന്ന് എഴുതിയിട്ട് ഈ ഒരു ചെറിയ പാരഗ്രാഫ് അതിനകത്ത് എഴുതി വെക്കണം. അത് വായിച്ച് മനസ്സിലാക്കിയാൽ വേണം. ഓക്കെ.